കരുതിയത് ഞാൻ പറയുന്ന കേട്ട ശേഷം അമ്മ ദേഷ്യപ്പെടുമെന്ന്. പക്ഷെ അമ്മ ആദ്യമേ ദേഷ്യത്തിലാണല്ലോ. ഇനി ആലി എങ്ങാനും ഫോൺ ചെയ്തോ? ആന്റി അതെ, ആന്റി എന്താ ഇത്രക്ക് ദേഷ്യത്തില്? അഭിമോനെ, നീ വന്നോ? നമസ്കാരം അച്ഛമ്മ. നമസ്കാരം മോനെ. ദേഷ്യത്തിലോ? അങ്ങനെയൊന്നുമില്ല മോനെ, ദേഷ്യത്തിലല്ല. അത് അവൾക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് അവൾ ദേഷ്യത്തിലാണ്. അതല്ലാതെ വേറൊന്നുമില്ല. ജാനകി ചെല്ലി പോയി വെള്ളം കൊണ്ടുപോവാ. ആ ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ ഇത്രക്ക് ലേറ്റായി ഇവിടെ വന്നോണ്ടാണോ? ഏയ് ഇല്ലില്ല മോനെ, അധികം വൈകിട്ടൊന്നുമില്ല. അച്ഛമ്മേ, എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ഇനി നിന്ന് മറയ്ക്കുന്ന പോലെ. ഇല്ല മോനെ, അങ്ങനെയൊന്നുമില്ല. ഐ ന്യൂ ഇറ്റ്. സെർലാൻഡും ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ അച്ഛമ്മ അധികം സംസാരിക്കുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ നിങ്ങളെ എന്റെ ഫാമിലി ആയിട്ടാ കാണുന്നത്. എനിക്ക് നിങ്ങളുമായിട്ടൊക്കെ മുമ്പേ എന്തോ ബന്ധമുള്ള പോലെ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ എനിക്ക് നല്ല വിഷമാവും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയുന്നതായിരിക്കും എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ. സോ ഇല്ല മോനെ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ട്. വളരെ ടെൻഷനുള്ള കാര്യമാണ്. എങ്കി പറഞ്ഞു ആന്റി, പ്രോബ്ലം എന്താ? എന്തു പറയണം? എന്താന്ന് വെച്ചാ ആ ടെൻഷന്റെ കാരണം നീ തന്നെയാ. എനിക്ക് മനസ്സിലായില്ല. ഏയ് അത് മോനെ, അവൾ തമാശ പറഞ്ഞതാ. ഇല്ലമ്മേ, ഇടയിൽ കയറി സംസാരിക്കരുത്. എനിക്ക് ഇവനോട് ദേഷ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? നീ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെ കാണുന്നതെന്ന്. പിന്നെ നീ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്ത് തെറ്റാ ഞങ്ങളോട് ചെയ്തതെന്ന്. ഏയ് സർള, നീ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇടിമോളെ സമയം നോക്ക്. ഈ വീട്ടിലൊരു അതിഥി വന്നിരിക്കുകയാണ്. ചായ വേണമെന്ന് ചോദിക്കേ, അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കേ, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ അലുവയില്ലേ അതെടുത്ത് കൊടുക്കേ. ശരിക്കും മധുരം തരാൻ വന്നത് ഞാനാ. നീ ചെയ്ത കാര്യത്തിന് ശേഷം ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. പിന്നെ മധുരം എങ്ങനെ കഴിക്കും? നിനക്കിപ്പോൾ അത് കഴിക്കാൻ കഴിയില്ല. അവൻ കഴിച്ചോളും. നീ ദയവ് ചെയ്ത് അകത്തേക്ക് പോ. ചെല്ല്. ഒരു മിനിറ്റ് അച്ഛമ്മ. സരള ആന്റിക്ക് ഇത്രയ്ക്ക് എന്നോട് ദേഷ്യം എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആന്റി തന്നെ പറ, എന്താ കാര്യം? എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? പറഞ്ഞോളൂ. നിനക്കറിയണോ കാര്യം എന്താണെന്ന്? കാര്യം എന്താണെന്ന് വെച്ചാ അത് നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കില്ലേ? ഞാൻ പേരിന് മാത്രമാണ് നിന്നേക്കാൾ മുതിർന്നത്. ഇനി ഒരു വാക്ക് പോലെ നീ മിണ്ടരുത്. മിണ്ടരുത്. ഞാൻ പറയുന്നത് കേൾക്കണം. നീ പോയി അലുവ എടുത്തു കൊണ്ടുപോവാ. ഈ വീട്ടിൽ ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നെന്നറിയില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഗ്യാസിന്റെ ലൈറ്റർ ഗ്യാസിന്റെ അടുത്ത് തന്നെ വെക്കണമെന്ന്. ഈ ജാനകി ഇത് എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നേ? അമ്മേ, ഇൻഡക്ഷൻ ഉണ്ടല്ലോ. ഈ വീട്ടിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഞാൻ അറിയാറില്ലല്ലോ. ഞാനൊന്നും അറിയില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അമ്മ എന്നോട് എന്താ സംസാരിക്കാത്തെ? ഞാൻ എന്ത് ചെയ്തു? എനിക്ക് അറിയ കൂടിയില്ലായിരുന്നു ഇങ്ങനെ സംഭവിക്കുന്ന. അദ്ദേഹം തന്നെ പോയി എല്ലാവരുടെ മുന്നിൽ നിന്ന് അനൗൺസ് ചെയ്തതാ എൻഗേജ്മെന്റിന്റെ കാര്യം. പ്രണവിനോടൊന്നും പറഞ്ഞിട്ടില്ല, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ അവനെന്താ നിന്നോട് പറഞ്ഞെന്ന്. പക്ഷെ അവരെന്ത് തന്നെ ചെയ്താലും തെറ്റ് ചെയ്തത് ഞങ്ങളാ. നിനക്ക് പറ്റില്ലെന്ന് പറയാറുണ്ടല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞതാ പ്രണവിന്റെ ഈ പ്ലാന് ശരിയാവില്ല എന്ന്. ഇതുവരെ ചെയ്തതൊന്നും ശരിയായില്ല. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. പിന്നെ നീ എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞത്? തെറ്റ് പറ്റിപ്പോയോ? പ്രിയ, പ്രണവ് ഇപ്പൊ ജയിലിലും പിന്നെ അഭി ഇപ്പൊ നിങ്ങൾ നിശ്ചയം നടത്താനും പോവാ. അമ്മ ടെൻഷൻ ആവാതെ ഞാനും പ്രണവും ചേർന്ന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. ഒന്നും ചെയ്യില്ല നിങ്ങൾ രണ്ടുപേരും. കാരണം നിങ്ങൾ ഇന്നേ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ, നാളെ കുറിച്ച് ചിന്തിക്കില്ല. അതുകൊണ്ട് ഇത്തവണ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. ഞാൻ അഭിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും.
വേണ്ട, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഒരു ദിവസത്തെ സമയം ഞങ്ങൾക്ക് തരൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തെങ്കിലും ഒരു പ്ലാൻ ഇടാം. ഇനി അത് കണ്ടുപിടിച്ചില്ലെങ്കിലോ എന്തു ചെയ്യും? പ്രണവുമായുള്ള നിശ്ചയത്തിന് സമ്മതിക്കോ? പറയൂ പ്രിയ, നിന്നെ കൊണ്ട് ഈ നിശ്ചയം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും? നിന്റെ മരിച്ചുപോയ സഹോദരിയുടെ ഭർത്താവിനൊപ്പം നിശ്ചയത്തിന് സമ്മതിക്കോ? സമ്മതിക്കില്ലല്ലോ. കാരണം നിനക്ക് അത്രയും തരം താഴാൻ ഒരിക്കലും കഴിയില്ല. അതായത് ആ ആലിയേയും തനുവും തരം താഴുന്നത് പോലെ. പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ നിന്റെ അഭിമാനത്തെ പ്രണവിനൊപ്പം തരം താഴാൻ അനുവദിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ആലി ആദ്യമായിട്ടൊരു ശരിയായ കാര്യം പറഞ്ഞു. ആളുകൾ എന്തു പറയും? എന്റെ മകൾക്ക് 2 ഭർത്താക്കന്മാരുണ്ടെന്നോ? ഈ വീട്ടിൽ 2 മരുമക്കളുണ്ടെന്നോ? അമ്മ, ഇതൊക്കെ അമ്മയുടെ ആലിയാണ് പറഞ്ഞേ. അമ്മ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത? ഇതൊക്കെ അവളുടെ പ്ലാനാ. അതേ എൻഗേജ്മെന്റ് അനൗൺസ് ചെയ്തപ്പോ തന്നെ അവളുടെ പകുതി പ്ലാൻ ജയിച്ചു. ബാക്കി പകുതി അമ്മയോട് പറഞ്ഞ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുക. അമ്മ എന്താ ഇത് മനസ്സിലാക്കാത്ത? അമ്മ ഇപ്പൊ തോന്നുന്ന ദേഷ്യത്തിൽ എല്ലാ സത്യങ്ങളും അദ്ദേഹത്തോട് പറയാൻ പോവാ? ആലി ആഗ്രഹിക്കുന്ന ചെയ്യരുത് അമ്മ. എങ്കിൽ നീ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? എങ്ങനെ നിന്റെ പ്രണവിന്റെ നിശ്ചയം തടയും? ഞാൻ എപ്പോഴും നിശ്ചയത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞേ. നീ ഇതൊക്കെ നേരത്തെ ചിന്തിക്കായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. അമ്മ ഇപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമ്മ ആലിയുടെ കൂടെ നിൽക്കുന്ന പോലെ ആവും. ഞാൻ ആരുടെ കൂടെ നിന്നാലും പ്രിയ, ഞാൻ എപ്പോഴും എന്റെ മകളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. കാരണം എനിക്ക് എന്റെ മരിച്ചുപോയ മകളുടെ ആത്മാവ് വേദനിക്കുന്നത് കാണാൻ കഴിയില്ല. പിന്നെ എന്റെ മോളുടെ അഭിമാനാണ് ഇല്ലാതാവുന്നതും. അതുകൊണ്ടാണ് ഞാൻ അഭിയോട് എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറഞ്ഞത്. മാറി നിൽക്ക്. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്കമ്മ പ്ലീസ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലല്ലോ. മോനെ, നീ ഈ പുതുതായി വന്ന ഗെയിം കണ്ടായിരുന്നു? അച്ഛമ്മ പ്ലീസ്, ഈ ഗെയിമിന്റെ കാര്യമൊക്കെ ഒന്ന് വിട്ടേ. എനിക്ക് മനസ്സിലാവുന്നില്ല സർലാൻഡി എന്താ എന്നോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്നതെന്ന്. ദേ ഇപ്പൊ പറഞ്ഞിട്ട് പോയ കണ്ടില്ലേ, എന്നോട് ദേഷ്യമാണെന്ന്. ഞാൻ എന്ത് ചെയ്തു? നീ അവളുടെ ദേഷ്യത്തെ കുറിച്ച് ടെൻഷൻ ആവണ്ട. അവൾ എന്നും രാവിലെയും വൈകുന്നേരം എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ എന്താ അതൊക്കെ ഓർത്തോണ്ടിരിക്കുമോ? അതിവിടെ നമുക്ക് ഗെയിം കളിക്കാം. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, 2000 പോയിന്റ് എനിക്ക് കൂടുതലാണ് എന്ന് ചാലഞ്ച് പൂർത്തിയാക്കും. എന്ത് ചെയ്യാനാ അച്ഛമ്മ? നിങ്ങളുടെ ചെറുമകൾ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ലല്ലോ. പ്രിയയുടെയും പ്രണവിന്റെയും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് 2 ദിവസമായിട്ട് ഞാൻ ഗെയിം പോലും കളിക്കുന്നില്ല. അതെന്താണെന്നറിയോ ബി, ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി എന്തിനാണ് അതോർത്ത് ടെൻഷൻ അടിക്കുന്നത്? ഈ ടെൻഷനിൽ നമ്മൾ എന്തിനും ഗെയിം കളിക്കാതിരിക്കണം. അബി, നീ അത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. വളരെ ടേസ്റ്റിയാണ്. നീ ആ അലുവ കഴിക്കും മോനെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ ആന്റി, ആന്റിക്ക് എന്തിനാ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറയൂ പ്ലീസ്. അബി, നീ അവന്റെ ദേഷ്യമൊന്നും കണക്കാക്കണ്ട. അലുവ വന്ന് കഴിക്കും, നല്ല അച്ഛമ്മ രുചിയുണ്ട്. പ്ലീസ് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യല്ലേ. ഈ പ്രിയ എന്റെ ഫ്രണ്ടാ. എന്റെ ഫ്രണ്ടിന്റെ ഫാമിലി ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനൊന്നും പറ്റില്ല അച്ഛമ്മ. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞേ പറ്റൂ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്. ആന്റി പ്ലീസ്, ആന്റി എന്നെ മകനായിട്ടല്ലേ കാണുന്നത്? എങ്കിൽ എന്നോട് സത്യം തുറന്നു പറഞ്ഞൂടെ? എന്നോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? നിനക്ക് നിന്റെ തെറ്റ് തിരുത്താനുള്ള ആഗ്രഹമുണ്ടോ? ആ, എങ്കിൽ ശരി, പ്രണവിന്റെയും പ്രിയയുടെയും എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം. എന്താ? ഞാൻ പ്രണവിന്റെ പ്രിയയുടെയും ഞാൻ
എനിക്കറിയാം പ്രിയ നിന്റെ സുഹൃത്ത് മാത്രമാണെന്ന്. പക്ഷെ എനിക്കും പ്രിയമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ അവളുടെ അമ്മയാണ്. നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ തെറ്റല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലെന്നാണ്. ഇവിടെ ഇരുന്ന് ഇരിക്കേ. ഒരു സെക്കൻഡ്. ഞാൻ ആന്റിയോട് ചോദിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാ. അച്ഛമ്മയെ എന്നോട് ഇത് തന്നെയാ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്തത് പ്രിയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി മാത്രമൊന്നുമല്ല. ഇതൊക്കെ ചെയ്തത് ഇവളുടെ ഫ്യൂച്ചറും കൂടി ഓർത്ത, ഇവൾക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാവരുതെന്ന് ഓർത്തിട്ട്. ആന്റി, പ്രിയ വളരെ സിമ്പിളാണ്, നല്ലൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് പ്രിയയ്ക്ക് നേരെ ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. പ്രണവിനോടൊപ്പമുള്ള ഇവളുടെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് സെക്യൂർ ആക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല. ഒരു മകന്റെ കടമ എന്താണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വന്തം ഫാമിലിയുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാനിതൊക്കെ ചെയ്തത് ഈ ഫാമിലിക്ക് ഒരു ഇഷ്യൂസും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ. ഇതൊക്കെ ആന്റിയോട് ഞാൻ പറയാതിരുന്നതിൽ എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കുക ആന്റി. ആന്റി ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ആന്റി വിചാരിക്കണ്ട. ഇവളുണ്ടല്ലോ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാ. അതുകൊണ്ട് ഇവളുടെ ഫാമിലി എന്ന് പറയുന്നത് എന്റെയും കൂടെ ഫാമിലി തന്നെ. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്തതിൽ എന്താ തെറ്റ് ആന്റി? ആന്റി എന്താ ഒന്നും പറയാത്ത? ഞാൻ താങ്ക് യു. ചെറിയ മമ്മി എന്തായാലും സമ്മതിച്ചു. ഇനി വലിയ മമ്മിയും വലിയ മമ്മിക്ക് ഇടയിലുള്ള ഈ മമ്മിയും കൂടെ സമ്മതിച്ചാൽ കാര്യങ്ങളൊക്കെ. ഇനി എനിക്ക് അങ്ങോട്ട് കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടെന്നേ. പ്രിയയെ നിന്റെ സുഹൃത്തായിട്ടാണ് കാണുന്നത്. അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നീ എല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. നിശ്ചയം അവിടെ വെച്ചാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വരാം. അതെ മോനെ. ഇനി നിങ്ങൾ എന്നെ മകനായി കണ്ടാലും പ്രിയയുടെ സുഹൃത്തായി കണ്ടാലും ഈ ഡിസിഷൻ ഞാൻ എടുത്ത സ്ഥിതിക്ക് പാർട്ടി ഞാൻ തന്നെ അറേഞ്ച് ചെയ്യും. അതും എന്റെ വീട്ടിൽ വെച്ച്. ഞങ്ങൾ കൂടെയുണ്ട് മോനെ, ഞങ്ങൾ വരും. സൂപ്പർ. പിന്നെ ഇപ്പൊ എല്ലാം ഓക്കെ സ്ഥിതിക്ക് ഞാൻ എന്തെങ്കിലും കുറച്ച് കഴിക്കാം. ഹൽവ കൊണ്ട് വെച്ചേക്കല്ലേ? അച്ഛനെ അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഇതുകൊണ്ടൊന്നും മതിയാവില്ല കേട്ടോ. കുറച്ചുകൂടെ പോയി എടുത്തോണ്ട് വാ. ഇത് മുഴുവൻ തീർത്തിട്ടെ ഞാൻ ഇവിടെ നിന്ന് പോവും. മോനെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നന്നായല്ലേ ഞാനും നിന്നോടൊപ്പം വന്നത്? ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ശരി, ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ് ആന്റി. ഗുഡ് നൈറ്റ് അച്ഛമ്മേ. ബെലുണേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിന്നെ ഒരുപാട് സ്വപ്നമൊന്നും കാണണ്ട. നല്ല ജോലിയുള്ളതാ. കൃത്യസമയത്ത് നാളെ എത്തിക്കോളണം. ലീവ് എങ്ങാനും എടുത്താൽ. ശരി. അല്ല മോനെ, ഇത്രയധികം ജോലി ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ തന്നെ നിന്നാ പോരെ? നാളെ രാവിലെ നേരത്തെ എണീറ്റ് ജോലി തുടങ്ങിയാൽ മതി. ഇല്ല അച്ഛമ്മ, അച്ഛമ്മ വളരെ ഡേഞ്ചറസാ. അച്ഛമ്മ പറയുന്നതും കേട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന രാത്രി മുഴുവനും ഗെയിമും കളിച്ചിരുന്ന് രാവിലെ ഒരു പണി നടക്കില്ല. ഞാൻ പോവാ. ഓക്കെ? എനിക്കറിയാം അമ്മയ്ക്കിത് വളരെ ബുദ്ധിമുട്ടാണെന്ന്. അമ്മ അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് അധികം സന്തോഷിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് സത്യം പറഞ്ഞില്ല എന്ന് കരുതി ഒരിക്കലും അവനോട് സത്യം പറയില്ല എന്നല്ല. നീ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ചെല്ല്, പോയി പ്രണവിനെ ഫോൺ വിളിക്ക്. എന്നിട്ട് അവനോട് പറയേ ഈ നിശ്ചയം തടയാനായിട്ട്. കാരണം അവൻ ഈ നിശ്ചയം തടഞ്ഞില്ലെങ്കിൽ നാളെ അവരുടെ വീട്ടിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് സത്യം ഞാൻ തുറന്നു പറയും. കാരണം എനിക്ക് എന്റെ മകളുടെ അഭിമാനമാണ് ഏറ്റവും വലുതെന്ന്. അമ്മ, ഞാൻ പറഞ്ഞില്ലേ, പോയി പ്രണവിന് ഫോൺ ചെയ്തിട്ട് അവനോട് നിശ്ചയം തടയാൻ പറയുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയാ കാര്യങ്ങൾ നടക്കുന്നത്. എന്നിട്ടും എനിക്ക് എന്താ ഒരു സാഡ്നെസ് ഫീൽ ചെയ്യുന്നത്? ഞാൻ ശരിക്കും ഹാപ്പിയാണോ അതോ ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുകയാണ്. മാത്രമല്ല പ്രിയയ്ക്ക് ഒരു ഹാപ്പിനെസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല.
ഏട്ടൻ വന്നോ? ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഇനി കുറച്ച് കഴിയും വരാൻ. ഏട്ടൻ എന്താ ഇങ്ങനെ കളിയാക്കുന്നെ? ആരാ തുടങ്ങിയത്? ഞാൻ ഇങ്ങനെ മുമ്പിൽ വടി പോലെ നിൽക്കുമ്പോ ഞാൻ വന്നോന്ന് ചോദിക്കുന്നു. അതൊക്കെ വിട്. ഏട്ടൻ അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോ ആന്റി എന്തെങ്കിലും പറഞ്ഞോ? ആ അതെ അബി, നീ നിശ്ചയത്തിന്റെ കാര്യം അവരോട് പറഞ്ഞോ? ആ, ഞാൻ പറഞ്ഞു. അവര് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അവര് വഴക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? ഇല്ല, അവരങ്ങനെയാണല്ലോ, അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോ വേണമെങ്കിലും എങ്ങനെയാ റിയാക്ട് ചെയ്യാം. അവർ ഒരിക്കലും അങ്ങനെ എന്നോട് ചെയ്യും തോന്നില്ലല്ലോ. ഏട്ടൻ അറിയാത്തോണ്ട ഇവിടെ വന്ന് തന്നെ എത്രയോ തവണ അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി ദാറ്റ് തിങ് വാസ്, അവരങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യും. എന്നോട് എന്തായാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇൻഫാക്ട് അവര് വളരെ സ്വീറ്റാ. ഞാൻ ചെന്നപ്പോ അവരെന്നെ വിളിച്ചിരുത്തി എനിക്ക് ഫുഡും തന്നാ വിട്ടത്. എന്താ? ആ, കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രണവിന്റെയും പ്രിയയുടെയും എൻഗേജ്മെന്റ് നടത്തുന്നോണ്ടൊന്നുമല്ല. ഞാനിതൊക്കെ അവരെ അറിയിച്ചില്ലല്ലോ, അതുകൊണ്ടുള്ള ദേഷ്യം. പക്ഷെ അവര് വളരെ സ്വീറ്റാ. ഞാൻ കാര്യം പറഞ്ഞപ്പോ അവര് മനസ്സിലാക്കിയല്ലോ. അവര് ഏട്ടനോട് ഒന്നും പറഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അവരെന്താ എന്നെ വഴക്ക് പറയണമായിരുന്നു? ഇല്ലില്ല, എന്നുവെച്ചാ അവര് ശരിക്കും നിന്നെ ഒന്നും പറഞ്ഞില്ല, പ്രിയ ഒന്നും പറഞ്ഞില്ല. അതിപ്പോ ആർക്കായിരുന്നാലും കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവില്ലേ? അവരുടെ മകളും ഡിസിഷൻ എടുത്തത് ഞാനും. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു എൻഗേജ്മെന്റിന്റെ അറേഞ്ച്മെന്റ്സ് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുമെന്ന്. അതിനും അവര് വേറെ ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് പോട്ടെ, നല്ല ടയർഡാ. നാളെ ഒരുപാട് ജോലിയുണ്ട്. എന്ത് ജോലി അബി? ജോലി ചെയ്യേണ്ടത് പ്രിയ, പിന്നെ ഞാൻ എന്തിനാ നിന്നോട് പറയുന്നേ? ഗുഡ് നൈറ്റ്. ഈ പ്രിയക്ക് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഞാൻ കരുതി അവിടെ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന്. പക്ഷെ അവിടെ അവര് അലുവ വിളമ്പി കൊടുക്കുക. ഉറപ്പായിട്ടും അവൾ ആന്റിയോട് പറഞ്ഞാണ് ഏട്ടന്റെ മുന്നിൽ റിയാക്ട് ചെയ്യരുതെന്ന്. അവൾക്ക് ഭയങ്കര ബുദ്ധിയാ. പക്ഷെ അവളുടെ ബുദ്ധി അധികകാലം നീണ്ടു നിൽക്കില്ല. മറ്റന്നാ നോക്കാം അവളുടെ ബുദ്ധി എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന്. ആലിയ, ഞാൻ കിടക്കാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ഹലോ മൈ നെമസിസ്. നമ്മുടെ ശത്രു തന്നെ നമ്മൾ വിളിക്കുന്നെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അത് ശത്രുവിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന്. നിന്റെ അവസ്ഥയാണ് ഏറ്റവും മോശമാവാൻ പോകുന്നത് ആലിയ. നിനക്കിനി പകലും സമാധാനം ഉണ്ടാവില്ല, രാത്രി ഉറക്കവും വരില്ല. ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വഴക്കിനിടയിൽ എന്റെ അമ്മയെ വെറുതെ വലിച്ചിടരുതെന്ന്. നീ എത്ര നിസ്സാരമായിട്ടാ എല്ലാ കാര്യങ്ങളും വിളിച്ച് എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തത്. എനിക്കറിയാം അദ്ദേഹത്തിനും എന്റെ അമ്മയോട് വന്ന് സംസാരിക്കാനുള്ള ഐഡിയ നീ തന്നെ പറഞ്ഞു കൊടുത്തതെന്ന്. നീയല്ലേ അദ്ദേഹത്തോട് ഇവിടെ വന്ന് എന്റെ പ്രണവിന്റെ എൻഗേജ്മെന്റ് കാര്യം അമ്മയോട് പറയാൻ പറഞ്ഞു വിട്ടത്. ഓ മൈ ഗോഡ്, നിനക്ക് എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നേ? ശരി, നീ വിളിച്ച സ്ഥിതിക്ക് ഞാൻ തന്നെ നിന്നോട് പറയാം. ഹാ, ഇതൊക്കെ ഞാൻ തന്നെയാ ചെയ്തേ. പിന്നെ ഏട്ടനോട് ഞാൻ തന്നെയാ പറഞ്ഞു മനസ്സിലാക്കിയത്, അതായത് നിന്റെയും പ്രണവിന്റെയും എൻഗേജ്മെന്റ് ഉടനെ തന്നെ നടത്തണമെന്ന്. അത് മാത്രമല്ല, ഞാൻ തന്നെ ഏട്ടനോട് എല്ലാം പറഞ്ഞു കൊടുത്തതും ഇങ്ങനെയുള്ള ഐഡിയ കൊടുത്തതും ഏട്ടൻ തന്നെ എൻഗേജ്മെന്റിനെ കുറിച്ച് ആന്റിയോട് സംസാരിക്കണമെന്ന്. അതിനു മുമ്പ് ഞാൻ തന്നെ ആന്റിയെ ഫോൺ ചെയ്ത് എല്ലാം തുറന്ന് പറയുകയും ചെയ്തിരുന്നു. നോക്ക്, ഐ ബിലീവ് ഇൻ ട്രാൻസ്പെറൻസി. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും ആദ്യമേ പറഞ്ഞത്. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ വാട്ട് ക്യാൻ ഐ സേ? എല്ലാം നല്ല രീതിയിൽ തന്നെ പോവായിരുന്നു. പക്ഷേ നിന്റെ വീട്ടിൽ വന്നപ്പോ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്താണെന്ന് വെച്ചാ, ഏട്ടൻ എൻഗേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോ അവർക്ക് ദേഷ്യം വരേണ്ടതായിരുന്നു. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു നീ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കി കാണും, റൈറ്റ്? നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? പക്ഷെ നീ എത്ര നാള് ചെയ്യും പ്രിയ? നീ ഇന്ന് നിന്റെ അമ്മയെ രക്ഷിച്ചു, പക്ഷേ നിന്റെ എൻഗേജ്മെന്റ് ദിവസം ഇവിടെ വരുമ്പോ അപ്പൊ നീ നിന്റെ നിശ്ചയം തടയോ അതോ നിന്റെ അമ്മയെ രക്ഷിക്കോ? എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളില്ലേ, ആ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. സ്പെഷ്യലി ആ ഗസ്റ്റ് നീയുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആന്റി ഇവിടെ വരുമ്പോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് തന്നെ അവരെ ശ്രദ്ധിക്കണമല്ലോ. അവർക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ നിനക്ക് വേണ്ടിയും ആന്റിയെ നല്ല രീതിയിൽ കെയർ ചെയ്യും. അവരെ ഞാൻ വളരെ സ്നേഹത്തോടെ കാണും. ഇൻഫാക്ട് വളരെ ശ്രദ്ധിച്ച സ്നേഹത്തോടെ കാണും. കാരണം അതിനുശേഷം അവരെ താഴേക്ക് വലിച്ചെറിയണമല്ലോ. ഐ മീൻ ജസ്റ്റ് ഫിഗറേറ്റീവ്ലി സ്വീറ്റ് ഹാർട്ട്. നോക്ക്, ആന്റിക്ക് നിന്റെ എൻഗേജ്മെന്റിന്റെ കാര്യം അറിഞ്ഞപ്പോ ഒരു ഷോക്കും ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് അവർക്ക് മറ്റൊരു രീതിയിലുള്ള ഷോക്ക് നൽകേണ്ടി വരും. അതിനുവേണ്ടി എനിക്ക് എന്തായാലും ഒരു സോളിഡ് പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. ശരി, എനിക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഞാൻ എന്റെ പ്ലാനിനെ കുറിച്ച് ആലോചിക്കട്ടെ. നീ ചെന്ന് നിന്റെ അമ്മയെ രക്ഷിക്കണോ, നിന്റെ എൻഗേജ്മെന്റ് തടയണോന്ന് ആലോചിക്കാം. ഓക്കെ, I'll see you later. Good night, sweet dreams. Bye-bye. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾക്ക് മതിയായിട്ടില്ല. അടുത്ത് നീ എന്താ ചെയ്യാൻ പോകുന്നത്?
അച്ഛമ്മേ, ആഹാരം കഴിക്കുന്ന ഇത് തണുത്തു പോകുന്നു. പറഞ്ഞില്ലേ എനിക്കൊന്നും വേണ്ടാന്ന്. അതെന്താ അച്ഛമ്മ അങ്ങനെ? അച്ഛമ്മ കഴിച്ചില്ലെങ്കിലേ അഭി എന്നെ വഴക്കു പറയും. വഴക്ക് പറയില്ല. അച്ഛമ്മ എനിക്ക് വഴക്ക് കേൾപ്പിച്ചിട്ടേ അടങ്ങൂ. പ്രിയ, നീ വന്നത് നന്നായി. അച്ഛമ്മയ്ക്ക് കൊടുക്ക. സാരമില്ല, ഇങ്ങി തരൂ. പോകുമ്പോ ആ വാതിൽ അടച്ചേക്കണേ. ഇത് ഞാൻ കൊടുത്തോളാം. ശരി. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ. ഗുഡ് മോർണിംഗ്. നീ വന്നല്ലോ മോളെ, വളരെ നന്നായി. ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുകയാണെന്നോ. നീ ഇത് പറ, വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? സരളയുടെ മൂഡ് എങ്ങനെയുണ്ട്? പ്രണവ് എന്നോട് പറഞ്ഞു സരളയോട് ആലിയ എല്ലാം പറഞ്ഞെന്ന്. ഇപ്പോൾ അവരുടെ മൂഡ് എങ്ങനെയാണെന്ന് നീ എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് അറിയൂ. അവര് നിന്നെ വഴക്ക് പറഞ്ഞോ? എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ആദ്യം അച്ഛമ്മ ഭക്ഷണം കഴിക്കാം. ഈ ഭക്ഷണത്തിന്റെ കാര്യം വിട്. നീ വീട്ടിലെ അവസ്ഥ പറയൂ, എങ്ങനെയുണ്ട്? അച്ഛമ്മ ഭക്ഷണം കഴിച്ച് കഴിയാതെ ഞാൻ ഒരു കാര്യവും പറയില്ല. നിങ്ങൾ എല്ലാരും വളരെ പിടിവാശിക്കാരാ. ശരി, കഴിച്ചു. ഇനി പറ, സരളയുടെ മൂഡ് എങ്ങനെയായിരുന്നു? ഇന്നലെ അധികം പ്രശ്നം ഉണ്ടായില്ല. ഞാനും പ്രണവും ഇത് തടഞ്ഞില്ലെങ്കിൽ വീട്ടിൽ വലിയ കുഴപ്പമാവും അച്ഛമ്മ. അമ്മ ഒരു ദിവസത്തെ സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അമ്മ സത്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയുന്നു.